നമസ്കാരം പ്രിയപ്പെട്ടവരെ. വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, അതായത് HRDS ഇന്ത്യ, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. വീടുകൾ മാത്രമല്ല, വൈദ്യുതി, കുടിവെള്ളം, കളിസ്ഥലം, ഓഡിറ്റോറിയം, സ്കൂൾ, ആരാധനാലയങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളും ദുരന്തബാധിത മേഖലയിൽ നിർമ്മിച്ചു നൽകാമെന്നാണ് HRDSന്റെ ഉറപ്പ്. ഇതിനുള്ള പദ്ധതി രൂപരേഖയും സമ്മതപത്രവും HRDS ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിരുന്നു. 10 പൈസ പോലും സർക്കാരിന്റെ ദുരിതബാധിത പ്രദേശത്തെ പുനരുദ്ധാരണത്തിനു വേണ്ടി ചെലവാക്കേണ്ടതില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുന്നതോടൊപ്പം ഓരോരുത്തർക്കും 10 സെന്റ് സ്ഥലവും പൊതു ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് 20 ഏക്കർ സ്ഥലവും കണ്ടെത്തി നൽകണമെന്ന് മാത്രമാണ് HRDSന്റെ ആവശ്യം. ഇതിനെക്കുറിച്ച് HRDS ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ പത്രസമ്മേളനവും നടത്തി. ദേശീയ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തെങ്കിലും മലയാള മാധ്യമങ്ങളൊന്നും തന്നെ ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല. പക്ഷെ കേരളത്തിലെ പൊതുജന സമൂഹം HRDS ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതിയെയും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അറിഞ്ഞിരിക്കണം.